ഉച്ചയോടുകൂടി ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് താൽക്കാലിക ശമനം. വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിലും പുലർച്ചെയിലും പെയ്ത അതിശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ട റോഡുകളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇടുക്കി തൊന്മംകുത്ത് വള്ളക്കടവിലാണ്. വള്ളക്കടവിൽ ഇവിടെ വെള്ളം കയറി കിടക്കുന്നത് ഒരു പാലത്തിലാണ് എന്നുള്ളതാണ്. ഈ പാലത്തിന് അപ്പുറം ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മണ്ണൂക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ്. ആ കുടുംബങ്ങൾ അത്രയും അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ പാലത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് തിരികെ ഇങ്ങോട്ട് വരുവാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച പെയ്ത മഴയിൽ വെള്ളം കയറിയതാണ്. ഇവിടെ 2 ദിവസമായി വെള്ളം ഇതേവരെ ഇറങ്ങിയിട്ടില്ല. 2 ദിവസമായി അപ്പുറമുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അത്യാവശ്യം ഉള്ള ചിലരെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പാലം കടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ മഴ തൽക്കാലം മാറി നിൽക്കുന്നതുകൊണ്ട് വരും മണിക്കൂറുകളിൽ വെള്ളം ഇറങ്ങുമെന്നും അവിടുന്ന് ഇപ്പുറം കടക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ച് 2 പേർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ ഈ പാലം കടക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുവാനും പ്രതീക്ഷിച്ച് ഇവിടെ ചിലർ നിൽക്കുന്നുണ്ട്. ചേട്ടാ, അങ്ങോട്ട് കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? അതെ, വെയിറ്റ് ചെയ്യാം. വെള്ളം കുറഞ്ഞിട്ട് വേണം കടന്നു പോകാനായിട്ട്. അവിടെ എന്താ അവിടെ നമുക്കൊരു ഫാമുണ്ട്. ഫാമിൽ അതിന് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് പോകുന്നു. ഫാം സാധനങ്ങളോട് വെയിറ്റിംഗ് ആണ്. വണ്ടിയിൽ സാധനമുണ്ട്. ഈ ലോഡ് കടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടാ, അപ്പുറം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ? ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടെ താമസിക്കുന്നത്. എനിക്ക് സ്ഥലമുണ്ട്. അവിടെ സ്ഥലമുണ്ട്. ആഴ്ച 1-2 ദിവസങ്ങൾക്ക് പോകുന്നത്. അവിടെ ആളുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. അത്യാവശ്യം. അവർ ഒറ്റപ്പെട്ട് കിടക്കണോ? ഇപ്പം ഈ നിലവിൽ ഒറ്റപ്പെട്ട് കിടക്കുക എല്ലായിടത്തും. അതെ, മറ്റു വഴികളൊന്നുമില്ല. ഇല്ല, വേറെ വഴിയൊന്നുമില്ല. ആകെയുള്ള വഴി ഇത് മാത്രമാണ്. എല്ലാ മഴക്കാലത്തും ഇങ്ങനെയാണോ? ഇങ്ങനെ എല്ലാ വർഷവും ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ആവാറുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ മഴ ഇങ്ങനെ ശക്തമായി തന്നെ നിൽക്കുന്നത് കൊണ്ട് വെള്ളം ഇറങ്ങുന്നില്ല. 2 ദിവസമായി പൂർണ്ണമായും വഴി അടഞ്ഞു കിടക്കുകയാണ്. ഈ വെള്ളം ഇറങ്ങിയാൽ മാത്രമേ ആളുകൾക്ക് ഒന്നെങ്കിൽ അങ്ങോട്ട് കിടക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിടക്കാനോ കഴിയുള്ളൂ. ഞങ്ങളിവിടെ വന്നിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം അടുത്താകുന്നു. അവർ 1 മണിക്കൂറായി അപ്പുറം കാത്തു നിൽക്കുകയാണ്. ഇപ്പറയും ആളുകൾ കാത്തു നിൽക്കുകയാണ്. വെള്ളം ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത് മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിലാണ് ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ തൊട്ടപ്പുറയുള്ള വീട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വെള്ളം ഒന്ന് ഇറങ്ങി പാലം തെളിഞ്ഞു കിട്ടിയാൽ മാത്രമേ ആളുകൾക്ക് അപ്പുറത്തേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഷെറിൻ മോഹനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.